welcome to Kiddo Heaven. Hello kids, today we are going to learn the concept of these and those. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ these and those ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കേ, കഴിഞ്ഞ ക്ലാസ്സിൽ this and that പഠിച്ചു അല്ലേ? അടുത്ത് ഒരു വസ്തു ഉണ്ടെങ്കിൽ this വരും, ദൂരെ ഒരു വസ്തു ഉണ്ടെങ്കിൽ that വരും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കേ, ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? these and those. ഓക്കേ, ചില സെന്റൻസിൽ these ആണ് വരുന്നത്, ചില സെന്റൻസിലാണെങ്കിലോ those ആണ് വരുന്നത്. അപ്പൊ ഏതൊക്കെ സെന്റൻസിലാണ് these വരുന്നത്, ഏതൊക്കെ സെന്റൻസിലാണ് those വരുന്നത് എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. Are you ready to learn? Okay, very good. ഏത് സെന്റൻസിലാണ് these വരുന്നത് എന്നറിയോ? We use these for near objects. We use these for near objects. അടുത്ത് ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവിടെ these വരും. ഒന്ന് പറഞ്ഞേ, അടുത്ത് ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവിടെ these വരും. ഓക്കേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അടുത്ത് ഒരു വസ്തുവാണെങ്കിൽ this വരും, അടുത്ത് ഒരു വസ്തുവാണെങ്കിൽ this വരും, അടുത്ത് ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിലോ എന്ത് വരും? these വരും. ഓക്കേ, ഇവിടെ നോക്കിക്കേ, ഇതെന്താണ്? എന്താണ്? കളേഴ്സ്. ഇതൊരു കളറാണോ? അല്ല, ഒന്നിൽ കൂടുതൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് അല്ലെ? ഇതെന്റെ അടുത്താണോ? അടുത്താണ്. അപ്പൊ ഇതെങ്ങനെ പറയാന്നറിയോ? അടുത്ത് ഒരുപാട് കളേഴ്സ് ആണ്. അപ്പൊ എങ്ങനെ പറയാ? these are colors. these are colors. ഇവിടെ these വരാൻ കാരണം എന്താ? അടുത്താണ്, ഒരുപാട് വസ്തുക്കൾ ഉണ്ട്. അപ്പൊ എന്താ വരിക? these are colors. ഓക്കേ, ഇനി ഏത് സെന്റൻസിലാണ് those വരുന്നത് എന്നറിയോ? we use those for far objects. We use those for far objects. ദൂരെ ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവിടെ those വരും. ഒന്ന് പറഞ്ഞേ, ദൂരെ ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ those വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ദൂരെ ഒരു വസ്തുവാണെങ്കിൽ that വരും, ദൂരെ ഒരുപാട് വസ്തുക്കളാണെങ്കിലോ those വരും. ഓക്കേ, ഇവിടെ നോക്കിക്കേ, ഇതെന്താണ്? കളേഴ്സ്. ഓക്കേ, കളേഴ്സ്. ഈ കളേഴ്സ് ഞാൻ അവിടെ വെച്ചു. ഇപ്പൊ എന്താണ്? കളേഴ്സ് എന്റെ അടുത്താണോ? അല്ല. കളേഴ്സ് എന്റെ അടുത്താണോ? അല്ല, ദൂരെയാണ്, അകലെയാണ്, ദൂരെയാണ് അല്ലെ? അപ്പൊ എങ്ങനെ പറയാന്നറിയോ? those are colors. those are colors. അവിടെ those വരാൻ കാരണം എന്താ? ദൂരെയാണ്, ഒരുപാടുണ്ട്, ദൂരെയാണ്, ഒരുപാടുണ്ട്. അപ്പൊ എന്താ വരിക? those വരും. മനസ്സിലായില്ലേ? അടുത്ത് ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവിടെ these വരും. ദൂരെ ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ those വരും. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത് ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ these വരും, അകലെ, ദൂരെ ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ those വരും. ഒന്ന് പറഞ്ഞേ, അടുത്ത് ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ these വരും, ദൂരെ ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ those വരും. ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു ആക്ടിവിറ്റി ചെയ്തു നോക്കാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ, ഞാൻ ഇവിടെ പിക്ചേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്, അതിന് സെന്റൻസും എഴുതിയിട്ടുണ്ട്. ആ സെന്റൻസിൽ എന്താണ്? these, those മിസ്സിംഗ് ആണ്. അപ്പൊ നിങ്ങൾ പിക്ചർ അടുത്താണോ ദൂരെയാണോ എന്നൊക്കെ നോക്കിയിട്ട് അവിടെ these ആണോ those ആണോ വരുന്നത് എന്ന് പറഞ്ഞു തരണം. ഓക്കെ, ഫസ്റ്റ് വൺ, ഒരു കുട്ടിയുടെ പിക്ചർ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ തൊട്ടടുത്ത് എന്തുണ്ട്? ആപ്പിൾസ് ഉണ്ട്. ഒരു ആപ്പിൾ ആണോ? അല്ല, ഒരുപാട് ആപ്പിൾസ് ഉണ്ട് അല്ലെ? ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഡാഷ് ആർ ആപ്പിൾസ്. ഇവിടെ these ആണോ വരുന്നത് അതോ those ആണോ വരുന്നത്? കുട്ടിയുടെ അടുത്ത് ഒരുപാട് വസ്തുക്കൾ ഉണ്ട് അല്ലെ? കുട്ടിയുടെ അടുത്താണ്, ഒരുപാട് വസ്തുക്കൾ ഉണ്ട്. അപ്പോ these ആണോ those ആണോ ഇവിടെ വരുന്നത്? these ആണോ വരുന്നത്
ദോസ് ആണോ വരുന്നത്? ഒന്ന് പറഞ്ഞേ. ദീസ് വരും. വെരി ഗുഡ്. അപ്പൊ ഞാനിവിടെ ദീസ് എഴുതി കൊടുക്കാൻ പോവാണ്. സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. THESE. These are apples. These are apples. These എഴുതി കൊടുത്തപ്പോൾ ഈ സെന്റൻസ് കറക്റ്റ് ആയില്ലേ? ഓക്കെ, ഇവിടെ ദീസ് വരാൻ കാരണം എന്താ? അടുത്ത് ഒരുപാട് വസ്തുക്കളുണ്ട്. ഉണ്ടെങ്കിൽ അവിടെ എന്താ വരിക? ദീസ് വരും. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത നോക്കിക്കേ. എന്താണ്? ഒരു കുട്ടിയുടെ പിക്ചർ ഒട്ടിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ ദൂരെ എന്തുണ്ട്? ആപ്പിൾസ് ഉണ്ട്. ഒരു ആപ്പിൾ ആണോ? അല്ല, ഒരുപാട് ആപ്പിൾസ് ഉണ്ട്. കുട്ടിയുടെ ദൂരെ ഒരുപാട് ആപ്പിൾസ് ഉണ്ട്. ഓക്കെ, നോക്കിക്കേ. ഡാഷ് ആർ ആപ്പിൾസ്. ഇവിടെ ദീസ് ആണോ വരുന്നത് അതോ ദോസ് ആണോ വരുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ദൂരെയാണ് ഒരുപാട് വസ്തുക്കളുണ്ട്. അപ്പൊ എന്താ വരും? ദോസ് വരും. വെരി ഗുഡ്. ഇതാണ് ദോസ്. അപ്പൊ നമ്മളത് ഇവിടേക്ക് എഴുതണം. സ്പെല്ലിംഗ് പറഞ്ഞേ. THOSE. ദോസ്. Those are apples. അപ്പൊ നമ്മൾ ദോസ് എഴുതി കൊടുത്തപ്പോൾ ഈ സെന്റൻസ് കറക്റ്റ് ആയി. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പിക്ചേഴ്സ് കണ്ടാൽ അവിടെ ദീസ് ആണോ ദോസ് ആണോ വരുന്നത് എന്ന് അറിയൂലേ? ഇങ്ങനെ നോക്കണം. അടുത്ത് ഒരുപാട് വസ്തുക്കളാണെങ്കിൽ ദീസ് വരും. ദൂരെ ഒരുപാട് വസ്തുക്കളാണെങ്കിൽ ദോസ് വരും. നോക്കിക്കേ, അടുത്ത് ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ ദീസ് വരും. ഓക്കെ, ദൂരെ ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ ദോസ് വരും. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ദിസും ദാറ്റും ദീസും ദോസും ഒന്നും മാറി പോകാൻ പാടില്ല. അടുത്ത് ഒരു വസ്തുവാണെങ്കിൽ ദിസ് വരും. അടുത്ത് ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ ദീസ് വരും. ദൂരെ ഒരു വസ്തുവാണെങ്കിൽ ദാറ്റ് വരും. ദൂരെ ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ ദോസ് വരും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് ദിസും ദാറ്റും ദീസും ദോസും ഒക്കെ എളുപ്പത്തിൽ എഴുതി കൊടുക്കാൻ കഴിയും. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. അടുത്ത് ഒരു വസ്തുവാണെങ്കിൽ ദിസ് വരും. അടുത്ത് ഒരുപാട് വസ്തുവാണെങ്കിലോ ദീസ് വരും. ഓക്കെ, ദൂരെ ഒരു വസ്തുവാണെങ്കിൽ ദാറ്റ് വരും. ദൂരെ ഒരുപാട് വസ്തുക്കളാണെങ്കിൽ ദോസ് വരും. ഓക്കെ, അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിൽ പേജ് നമ്പർ 12 എടുത്തോ. ഇതിലൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ദീസ് ആൻഡ് ദോസിന്റെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേഗം ഇതൊന്ന് ചെയ്തേ. എങ്ങനെ ചെയ്യാ? പിക്ചർ നോക്കാം. അതില് ആ കുട്ടിയുടെ അടുത്ത് ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ദീസ് വരും. ദൂരെയാണ് ഒരുപാട് ഒബ്ജക്ട്സ് എങ്കിൽ അവിടെ ദോസ് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കൺസെപ്റ്റ് ഓർത്തിട്ട് ഈ ഒരു ആക്ടിവിറ്റി ഒന്ന് ചെയ്തേ, പെട്ടെന്ന് ചെയ്തേ. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Like and subscribe.